അല്ലാതെ ആ പെൺകുട്ടിക്ക് മറയുണ്ടാക്കി കൊടുക്കാൻ പോണ്ടേ ഡ്രസ് മാറുമ്പോ വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ ഒരു മാധ്യമത്തിൽ വർക്ക് ചെയ്യണം. ഈ ഐശ്വര്യത്തിലും മാതൃഭൂമിയിലും മനോരമയിലും കാര്യം പറയാൻ പറ്റും. അവർ ചെയ്യണ കാര്യം പറ്റുമോ? ഈ കണ്ടിട്ടുണ്ടോ? അവിടെ കയറിയിട്ടുണ്ടോ? കേൾക്കാൻ പറ്റുന്ന കാര്യം എന്താണ് അതില്? മലയാളം മേലെ അങ്ങനെ ഡ്രസ്സ് മാറാൻ സ്ഥലം കൊടുക്കാന്ന് വിചാരിച്ചേ ആണാ? ശരിയായിരിക്കും. അത്രയ്ക്ക് അതേ വെച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഭാഗത്തൊക്കെ. സിനിമയല്ല മൊത്തം ഇതൊക്കെ നോക്കണ കാരണം മറിഞ്ഞൊന്നും ഡ്രസ്സ് മാറുണ്ട്. അല്ലെങ്കിൽ നോക്കണ ഡ്രസ്സ് മാറാണ്. ഈ ക്യാമറയും കൊണ്ട് വരില്ലേ ഇതിൻ്റെ അടിക്ക്? അല്ലാതെ പിന്നെ എന്താ ചെയ്യുക? മറിഞ്ഞൊന്ന് ഡ്രസ്സ് മാറണ്ടേ? എടോ, കുളിക്കുന്നവൻ അയച്ചിട്ട് നിന്നിട്ടാ, നഗ്നനായി നിന്നുകൊണ്ടാ കുളിക്കണേന്ന് നിങ്ങൾ വേണമെങ്കിൽ ക്യാപ്ഷൻ എഴുതും. അത് ഒളിഞ്ഞു നോക്കണമല്ല പ്രശ്നം, അയാൾ അയച്ചിട്ട് നിന്ന് കുളിക്കണമെന്നാണ് പ്രശ്നം. ആ എങ്ങനെ ഇടാൻ പറ്റില്ല? എന്ത്? അതുകൊണ്ടാണ് ഇടാത്തല്ലേ? അല്ലെങ്കിൽ ഏത് അത്യാവശ്യം കിട്ടാനും ആ റിപ്പോർട്ടിൽ അങ്ങനെയായിരിക്കും. അവരെ ഭാഗത്തൊക്കെ ഇങ്ങനെയായിരിക്കും. മലയാളത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യയിലുള്ളത്. ഇവിടെ നിന്നിട്ട് ആർക്കും ഡ്രസ്സ് മാറുന്ന സ്ഥലം കൊടുക്കാത്തതൊന്നുമില്ല. ഡ്രസ്സ് മാറാൻ സ്ഥലം കൊടുക്കാത്തതുണ്ടെങ്കിൽ അവിടെ കയറാൻ പോകാത്ത സ്ഥലമായിരിക്കും. അതിലൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും നീ കാണിക്കാ ഏടാദ്യം. എടാ, ഇവിടെ കയറാൻ വരണേക്കാളും മുന്നേ ആൾക്കാർ റോഡിൽ നിന്ന് ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അത് ചിലപ്പോൾ സാരിയുടെ മറയിൽ നിന്നിട്ട് പെൺകുട്ടികളുടെ ഡ്രസ്സ് മാറിയിട്ടുള്ളത്. ഞാനൊക്കെ ഇപ്പോഴും ഡ്രസ്സ് മാറും റോഡിൽ നിന്നിട്ട്. ഒരു മുണ്ടുണ്ടെങ്കിൽ മതി ഞാൻ ഡ്രസ്സ് മാറാൻ പറ്റുമോ? പറ്റും. ഇവിടെ റോഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ മുതലിച്ചിട്ട് ആണുങ്ങളൊക്കെ കൊണ്ടുപോക്കിയിരിക്കും ഇല്ലേ? അങ്ങനെ ചെയ്താലും പ്രശ്നമില്ല എന്നല്ല. ചില സമയങ്ങളിൽ നമുക്ക് അത്ര സൗകര്യങ്ങളെ കിട്ടുള്ളൂ. അവിടേക്കൊന്നും വണ്ടി പോലും പോകില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുറത്തുനിന്ന് ഡ്രസ്സ് മാറേണ്ടി വരും. അപ്പോഴും മറ പിടിച്ച് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആരെങ്കിലൊക്കെ എത്തി നോക്കി ക്യാമറ എടുക്കണോണ്ടായിരിക്കും. ഇതിപ്പോ ക്യാമറ ഇല്ലാത്ത കാലത്ത് ക്യാരവനും ഉണ്ടായിരുന്നില്ല. ആരും ഫോട്ടോ എടുക്കില്ലല്ലോ. ഇന്നിപ്പോ എന്തെങ്കിലും കണ്ട അവിടുന്ന് സൂം ചെയ്ത് വെച്ച് എടുക്കില്ലൊക്കെ. ഒരു പെൺകുട്ടിയുടെ മലയാള സിനിമയിലെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തി അങ്ങനെ ഇട്ടൊരു വസ്ത്രം ധരിച്ചു. അത്യാവശ്യം എല്ലാം മറക്കേണ്ട ഭാഗങ്ങളൊക്കെ മറന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ പെട്ടെന്ന് ഫോട്ടോ എടുത്തിരിക്കുക. എന്നിട്ട് പറയാ എന്ത് വസ്ത്രധാരണമാണെന്ന്. അവൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തതല്ല പ്രശ്നം, എന്ത് മോശപ്പെട്ട വസ്ത്രധാരണമാണെന്ന്. അതാ ഞാൻ പറഞ്ഞേ. Someone who is bathing inside the bathroom and they are saying, "Oh, he is naked." Who is exactly doing the wrong? The bathroom guy? No. ഒളിഞ്ഞും മറഞ്ഞു വന്നിട്ട് ഡ്രസ് മാറണം. അതിൽ എഴുതിയ കാര്യങ്ങൾ ഈ വായിച്ച് എന്തോന്നാടേ. നമ്മൾ വിലയിരുത്തുന്നല്ല. ഇതൊക്കെ വിലയിരുത്താൻ വേണ്ടി ആമിഷൻ്റെ റിപ്പോർട്ട് വായിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വീട്ടിൽ ജനിച്ച് പുള്ളി പഠിച്ച് കറക്റ്റായിട്ട് ജോലി കണ്ടുപിടിച്ച് ചെയ്താൽ മതി. അതാ പറഞ്ഞ 24 മണിക്കൂർ വാർത്ത കളിക്കുന്നതിനെ കണ്ടോണ്ടിരിക്കണം. അതൊന്നും സത്യമല്ല. 24 മണിക്കൂർ വാർത്തകൾ ഉള്ളി. മനസ്സിലായ? നിങ്ങളത് ഇഷ്ടം കണ്ടാൽ മതി. അല്ലെങ്കിൽ ഈ വല്ല മറയും നോക്കി പോയിക്കോ. വേറെ ഡ്രസ്സ് മാറണതോ അല്ലെങ്കിൽ മുദ്രകളൊക്കെ നോക്കിക്കോ. ഈ അതൊക്കെ ചോദിച്ച് ഇതൊക്കെ എന്തിനും ചൂട്ടേന്ന് അറിയോ? ഓൻ എന്താ പ്രശ്നം? ഓനെ കാണുന്നില്ലല്ലോ ആരും. ഞാൻ ഇതിരുന്ന് പറയണതല്ലേ. ചോദിച്ചതിലൊരു തെറ്റുണ്ട്. ഏത് മറയില്ലാത്ത എന്താ ഈ പറഞ്ഞ മരത്തിന്റെ മറയിൽ നിന്നിട്ടാണ് ഡ്രസ് മാറുന്നത്. നീ എവിടെ കണ്ടിട്ടുള്ളത് മരത്തിന്റെ മറയിൽ നിന്ന് ഡ്രസ് മാറുന്ന തെറ്റ്? പുറത്ത് വന്ന റിപ്പോർട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഏതെങ്കിലും കൂടി മരത്തിന്റെ മറയിൽ നിന്ന് ഡ്രസ് മാറിയിട്ടില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യം എന്താണ് അതില്? മലയാളം മേലെ അങ്ങനെ ഡ്രസ്സ് മാറാൻ സ്ഥലം കൊടുക്കാത്തതാണെന്ന് വിചാരിച്ചേ ആണാ? അങ്ങനത്തെയാണ് വരുന്നത് വെച്ചിട്ട് അത് നടക്കണതും ഉണ്ടാ. അതെ, നീ ഇപ്പൊ പറയുന്നതാണെങ്കിൽ ഒരു പെണ്ണിനെ പറ്റിയുള്ള മോശം പരിപാടിയല്ലേ പറഞ്ഞോണ്ടിരിക്കണ. അത് കേൾക്കും. അത് പറയുമ്പോ അനക്കുള്ള സുഖം. അത് കേൾക്കുമ്പോൾ ഈ ഇത് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോൾ സുഖമല്ലേ ഈ നോക്കണം. അല്ലാതെ ആ പെൺകുട്ടിക്ക് മറയുണ്ടാക്കി കൊടുക്കാൻ പോണ്ടേ ഡ്രസ് മാറുമ്പോ? എടാ, പെൺകുട്ടികൾക്ക് ഡ്രസ് മാറാൻ തെങ്ങിന്റെ മറ ഏത് കമ്മീഷൻ ചെയ്ത് കൊടുത്ത എന്താണെങ്കിലും എനിക്ക് ആൺകുട്ടീൻ്റെ ആയിരിക്കും താല്പര്യം, അല്ലെങ്കിൽ പെൺകുട്ടിയാണ്, എന്താണെങ്കിലും തെങ്ങിന്റെ മറയുന്ന ഡ്രസ് മാറിയ കാര്യം ചോദിക്കേണ്ട കാര്യം ഉണ്ടോ എൻ്റെ അടുത്ത്? അതെന്താ കാര്യം? എനിക്ക് ഈ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയോ? അതുകൊണ്ട് എല്ലാ തെറ്റിലും ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്.
ഈ ഒരു മാധ്യമത്തിൽ വർക്കാണ്. ഈ ഐശ്വര്യത്തിലും മാതൃഭൂമിയിലും മനോരമയിലും കാര്യം പറയാൻ പറ്റും നമുക്ക്. അവർ ചെയ്യണ കാര്യം പറ്റുമോ? ഈ കണ്ടിട്ടുണ്ടോ? അവിടെ കയറിയിട്ടുണ്ടോ? ഒരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യാൻ വെച്ചിട്ട് എല്ലാ സിനിമയിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഒരു പഞ്ചായത്ത് മെമ്പർ എല്ലാ പഞ്ചായത്തിലും കൈ ആൾക്കാർ വരും. ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കാൻ പാടില്ല എന്നാണല്ലോ നമ്മളൊക്കെ പറയണത്, അല്ലേ? ഒരു നടിക്ക് ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചാൽ മതി. ഒരു നടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റാൻഡ് എടുത്താൽ മതിയാന്ന് ചോദിക്കണം. അതായത് ഇപ്പൊ കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ അവര് പുറത്ത് ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യും. നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു ഉൾപ്പില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞത്. എനിക്ക് കുറച്ച് ഉൾപ്പുണ്ട്. നിങ്ങളുടെ മുന്നിൽ കാണിക്കുക. ഇത് കാണിക്കൊണ്ട് എനിക്ക് ഉൾപ്പുണ്ടായിട്ടല്ല. എനിക്കുണ്ടല്ലോ കുറച്ച് മാന്യത. നിങ്ങളിപ്പോ ക്യാമറ ഉപയോഗിച്ച് നോക്കിയോ? ഇല്ല. ഇത് ഞാൻ കാട്ടുന്നില്ല. എന്റെ ഡയലോഗ് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ലേ? ഇതൊക്കെ പോകാൻ ഷൂട്ട് ചെയ്തു. 24 മണിക്കൂർ നിങ്ങൾ ക്യാമറ നടത്തുന്നത് എനിക്കറിയാം. ഒരാളുടെ ഡ്രസ്സ് മാത്രമല്ല അയാളെ നഗ്നരാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം. തൊലി വിരിയണ വാർത്തകൾ കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുന്ന പറയാം. പക്ഷെ ഇതൊക്കെ ഇല്ലാതെയാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കണം, ഇങ്ങനെയല്ല ചോദിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിലേക്കും ഇങ്ങനെയൊന്നും ഇറങ്ങിച്ചില്ല. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.